സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 34 അതിൻ്റെ 4-ാം വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 34-ാം സങ്കീർത്തനം ദാവീദ് അബീമേലെക്ക് എന്ന രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്ന് ജീവരക്ഷ പ്രാപിച്ച് ഓടിപ്പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ശൗൽ ഒരു വേട്ടമൃഗത്തെ പോലെ ദാവീദിനെ പിന്തുടരുകയാണ്. ആ സമയം ഏത് ദേശത്തിൽ പോയി ഏത് രാജാവിൻ്റെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും, ശരണം ലഭിക്കും, എനിക്ക് ജീവരക്ഷ ലഭിക്കുമെന്ന് ദാവീദ് അന്വേഷിച്ച് നടക്കുന്ന സമയം അവൻ അങ്ങനെ നിശ്ചയമില്ലാത്ത അവസ്ഥയിലൂടെ ജീവരക്ഷയ്ക്കായി ശൗലിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ചെന്ന് എത്തിപ്പെട്ടത് അബീമേലെക്കിന്റെ മുമ്പിലാണ്. അബീമേലെക്ക് ഇവൻ ദാവീദ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഉടൻ തന്നെ ദാവീദിന്റെ തല കൊയ്യുവാൻ ആജ്ഞാപിക്കുമായിരുന്നു. താൻ എത്തിപ്പെട്ടിരിക്കുന്നത് എൻ്റെ ശത്രുവിൻ്റെ മുമ്പിലാണെന്ന് മനസ്സിലാക്കിയ ദാവീദ് ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചു കാണും, ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പ്രാണൻ എന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ആയിരിക്കുന്നുവല്ലോ. ആ സമയം ദൈവം കൊടുത്ത ഒരു വിശേഷമായ ബുദ്ധിയായിരിക്കാം, ജ്ഞാനമായിരിക്കാം. ഇവിടെ നിനക്ക് ജീവരക്ഷ വേണമെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വരുമെന്ന്. ആ ബോധ്യത്തിൽ ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. ആ സമയം അബീമേലെക്ക് ഈ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ദാവീദിനെ, ഈ മനുഷ്യനെ എന്റെ മുമ്പിൽ നിന്നും ആട്ടിപ്പായിക്ക. ഇവിടെ മറ്റു രോഗികളില്ലായിരുന്നിട്ടാണോ, അഥവാ ഭ്രാന്തന്മാർ ഇവിടെ കുറവായിരുന്നിട്ടാണോ ഈ ഭ്രാന്തനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അബീമേലെക്ക് പറഞ്ഞുകൊണ്ട് ദാവീദെന്ന് അറിയാതെ, അഥവാ അബീമേലെക്കിന്റെ ദൃഷ്ടിയിൽ ദാവീദ് അവന്റെ ശത്രുവാണ്. ദാവീദിനെ തിരിച്ചറിയാതെ അബീമേലെക്ക് ദാവീദിനെ അവിടെ നാട്ടിപ്പായിക്കുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ അവിടെ നിന്നും അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ പാടിയ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. അതിൽ 4-ാം വാക്യത്തിൽ അവൻ പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവൻ ഭയപ്പെട്ടു പോയി. അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് അവൻ ഭയപ്പെട്ടു പോയി. കാരണം എൻ്റെ ജീവൻ ഇപ്പോൾ ഇവിടെ ഈ അബീമേലെക്കിന്റെ വാളിന്റെ വായ്ത്തലയാൽ നശിക്കുമെന്ന് ബോധ്യപ്പെട്ട സമയമാണ് അവൻ ഭയപ്പെട്ടു പോയത്. ആ സമയം അവന് ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കുവാൻ മാത്രമേ സാധിച്ചു. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യഹോവേ, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ ഒരു നിമിഷം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും
പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥന കേട്ട ദൈവം കൊടുത്ത ജ്ഞാനമാണ് ആ സമയം അവൻ പ്രയോഗിച്ചത്. അതുവഴി അവന് ജീവരക്ഷ ലഭിക്കുകയും ചെയ്തു. അവൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവരക്ഷ പ്രാപിച്ച് അബീമേലെക്കിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ഈ സങ്കീർത്തനം പാടി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിനെ പോലെ സമാനമായ രീതിയിൽ ഭയത്തിൽ, രോഗത്തിൽ, വ്യാധിയിൽ, കഷ്ടതയിൽ, കണ്ണുനീരിൽ, ശത്രുക്കളുടെ ഭീഷണിയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദാവീദിനെ പോലെ ഒരു നിമിഷം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ശോധനകളിൽ നിന്ന് വിടുതൽ നൽകുവാൻ ദാവീദിന് ദൈവം ജ്ഞാനം നൽകിയതുപോലെ നമുക്കും നൽകുവാനിടയാവും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.